നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡിജി തോമസ്. പ്രധാന വാർത്തകൾ. പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ച് മംഗലാപുരം മധു മുല്ലശ്ശേരിയുടെ ആരോപണങ്ങൾക്കെതിരെ CPM. കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ CPIM നേതാവ് PR അരവിന്ദാക്ഷനും ബാങ്ക് ജീവനക്കാരൻ AK ജിൻസിനും ജാമ്യം. BJP നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കി തിരൂർ സതീഷ്. G. സുധാകരനെ വീട്ടിൽ പോയി കണ്ടിരുന്നുവെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. മുതിർന്ന CPIM നേതാവ് G. സുധാകരനുമായി നല്ല ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള കലാമണ്ഡലം താൽക്കാലിക അധ്യാപകർ വീണ്ടും സമരത്തിൽ. ക്ലാസ്സിൽ കയറാതെ പ്രതിഷേധവുമായി 60 അധ്യാപകർ. വാർത്തകൾ വിശദമായി. പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ച് മംഗലാപുരം മധു മുല്ലശ്ശേരിയുടെ ആരോപണങ്ങൾക്കെതിരെ CPM. പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ച മംഗലാപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയുടെ ആരോപണങ്ങൾക്കെതിരെ CPIM. മധു നടത്തുന്നത് അപവാദ പ്രചരണങ്ങളാണെന്നും വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്നും ജില്ലാ സെക്രട്ടറി V. ജോയ് പറഞ്ഞു. സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ നടന്ന 17ാമത് സമ്മേളനത്തിൽ മംഗലാപുരം സമ്മേളനത്തിൽ നിന്ന് മാത്രമാണ് ഈ വാർത്ത വന്നത്. മധു മുല്ലശ്ശേരിയുടെ പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിച്ചത് മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞത്. സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതി CPIMനുണ്ട്. മംഗലാപുരം സമ്മേളനത്തിൽ ഒരു പേര് കൂടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു. അങ്ങനെയാണ് ജലീലിന് ഭൂരിപക്ഷം കിട്ടിയത്. ജനാധിപത്യപരമായ രീതിയിലാണ് സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്. മധു പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമല്ലെന്നും V. ജോയ് പ്രതികരിച്ചു. V. ജോയ്ക്കെതിരായ മധുവിന്റെ ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നതല്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA പ്രതികരിച്ചു. മധുവിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും രാഷ്ട്രീയക്കരുത്തില്ലാത്ത ആളാണ് മധുവെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. ആർക്കും ഏത് പാർട്ടിയിൽ പോകാനും അവകാശമുണ്ട്. കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ CPIM നേതാവ് PR അരവിന്ദാക്ഷനും ബാങ്ക് ജീവനക്കാരൻ AK ജിൻസിനും ജാമ്യം. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPIM നേതാവ് PR അരവിന്ദാക്ഷനും ബാങ്ക് ജീവനക്കാരൻ CK ജിൽസിനും ജാമ്യം. ഹൈക്കോടതിയിലാണ് 2 പ്രതികൾക്കും ജാമ്യം നൽകിയത്. 2 പേർക്കും ജാമ്യം നിഷേധിക്കാൻ മതിയായ കാരണങ്ങളില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഇരുവരുടെയും ജാമ്യ ഹർജി പലവട്ടം ഹൈക്കോടതി തള്ളിയിരുന്നു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. 2023 സെപ്റ്റംബർ 27 മുതൽ ഇരുവരും EDയുടെ കസ്റ്റഡിയിലായിരുന്നു. 334 കോടി രൂപ വെളുപ്പിച്ചെന്ന ED രജിസ്റ്റർ ചെയ്ത കേസിലെ 3ാം പ്രതിയാണ് അരവിന്ദാക്ഷൻ. കരുവന്നൂർ സഹകരണ ബാങ്കിലെ എല്ലാ തട്ടിപ്പുകളും അരവിന്ദാക്ഷന്റെ അറിവോടെയാണ് നടന്നതെന്നാണ് EDയുടെ കണ്ടെത്തൽ. അരവിന്ദാക്ഷന് കരുവന്നൂർ ബാങ്കിൽ 50 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപമുണ്ടെന്നും ഇത് ബിനാമി വായ്പകൾ വഴി ലഭിച്ച പണമാണെന്നുമാണ് ED പറയുന്നത്. കേസിലെ മറ്റൊരു പ്രതിയായ കരുവന്നൂർ ബാങ്ക് മുൻ അക്കൗണ്ട് ജിൽസ് ലക്ഷക്കണക്കിന് രൂപയുടെ ഭൂമി വിൽപ്പന നടത്തിയിരുന്നുവെന്നും ED ആരോപിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പണമിടപാടുകാരൻ P. സതീഷ് കുമാർ, ഇടനിലക്കാരൻ PP കിരൺ എന്നിവരും അറസ്റ്റിലായിരുന്നു. അരവിന്ദാക്ഷനും സതീഷ് കുമാറും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളുടെ ശബ്ദരേഖയും കള്ളപ്പണ ഇടപാടിന്റെ തെളിവായി ED കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് ഈ വർഷം ജൂണിൽ അരവിന്ദാക്ഷന് ഹൈക്കോടതി 10 ദിവസത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. BJP നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കി തിരൂർ സതീഷ്. കുടകര കുഴൽപ്പണ കേസിൽ BJP നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കി തിരൂർ സതീഷ്. 1.5 കോടി രൂപ പാർട്ടി ഓഫീസിൽ സൂക്ഷിച്ചെന്നും ഈ പണം എന്തു ചെയ്തെന്ന് വെളിപ്പെടുത്തണമെന്നും സതീഷ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ 6 ചാക്കുകളിലായി കൊണ്ടുവന്നു എന്നതായിരുന്നു തന്റെ മൊഴിയെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി. വെളിപ്പെടുത്തലിന്റെ അനുബന്ധ രേഖകൾ തൽക്കാലം പ്രദർശിപ്പിക്കുന്നില്ല. അത് പോലീസ് അന്വേഷണത്തെ ബാധിക്കും. കള്ളപ്പണം തടയും എന്നു പറഞ്ഞ അധികാരമേറ്റ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് കള്ളപ്പണം സൂക്ഷിച്ചത്. പ്രധാനമന്ത്രി പറയുന്നതിനനുസരിച്ചാണെങ്കിൽ കള്ളപ്പണം സൂക്ഷിച്ച ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടേണ്ടതല്ലെന്നും സതീഷ് ചോദിച്ചു. താൻ കൊണ്ടുവന്ന 9 ചാക്കിൽ 3 ചാക്ക് ജില്ലാ ട്രഷറർ 3 പേർക്ക് കൈമാറി. എവിടേക്ക് കൊണ്ടുപോയി എന്ന കാര്യം തനിക്കറിയില്ല. ധർമ്മരാജൻ പണം എത്തിച്ച ദിവസം തന്നെയാണ് 3 ചാക്കുകൾ ഓഫീസിൽ നിന്നും കൊണ്ടുപോയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം 1.5 കോടി രൂപ ഒരു ചാക്കിലും ബിഗ് ഷോപ്പറിലുമായി കൊണ്ടുപോയി. ഈ 1.5 കോടി ചാക്കിലും ബിഗ് ഷോപ്പറിലുമായി കൊണ്ടുപോയത് എവിടേക്കാണ്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കയ്യിൽ ഉണ്ടായിരുന്ന 1.5 കോടി ആരൊക്കെ ചേർന്നാണ് വീതം വെച്ചത്?
ഈ പണം ആരെല്ലാം ചേർന്ന് വീതം വെച്ചു എന്ന് പോലീസ് അന്വേഷിക്കണമെന്നും തിരൂർ സതീഷ് ആവശ്യപ്പെട്ടു. ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ടിരുന്നുവെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ. മനസ്സുകൊണ്ട് CPIM നേതാവ് G. സുധാകരൻ BJPയിൽ അംഗത്വമെടുത്തുവന്ന പൊതുപരിപാടിയിലെ പ്രസ്താവന ചർച്ചയായതോടെ വിശദീകരണമായി BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. G. സുധാകരൻ BJPയിൽ വരുമോയെന്നും അംഗത്വമെടുക്കുമോയെന്നും താൻ ചിന്തിക്കുന്നില്ലെന്നും, പക്ഷേ ഇന്ന് BJPയിൽ ഉയർത്തിക്കാട്ടുന്ന മതഭീകരതയുടെ CPIMലെ നുഴഞ്ഞുകയറ്റം G. സുധാകരൻ മനസ്സിലാക്കുന്നുണ്ടെന്നും തനിക്ക് തോന്നിയെന്നും B. ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. G. സുധാകരൻ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സഖാവാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ഗോപാലകൃഷ്ണൻ പറയുന്നു. ഞാനും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറും ചോദിച്ച അനുവാദം വാങ്ങി BJP തത്വചിന്തയുടെ പ്രത്യയശാസ്ത്രം ഗ്രന്ഥമായ ഏകാത്മ മാനവദർശനം നൽകുവാൻ വേണ്ടിയാണ് സഖാവ് G. സുധാകരനെ കാണാൻ പോയത്. അല്പം വൈകിയെത്തിയ തങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹം കുടുംബവും സ്വീകരിച്ചു. ഏകാത്മ മാനവദർശനം അദ്ദേഹത്തിന് സമർപ്പിച്ച് അഴിമതിയില്ലാത്ത സത്യസന്ധനായ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിച്ച് ഞങ്ങൾ മടങ്ങി. ആലപ്പുഴ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ മതതീവ്രവാദികൾ നുഴഞ്ഞുകയറി നേതൃത്വം പിടിച്ചെടുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കിടയാവരുത്തുമെന്ന് ഞങ്ങൾ കൃത്യമായും വ്യക്തമായും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. മറുപടി മൗനത്തിലൊതുക്കി അദ്ദേഹം. മൗനം സമ്മതമാണെങ്കിൽ ആശയപരമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം പാതി BJPയോടൊപ്പമാണ്. ഈ കാര്യത്തിൽ ആശയപരമായി മാത്രം. ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചു. എന്നെ ഏറെ ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ വിനയവും ലാളിത്യവുമായിരുന്നു. കണ്ടുപിടിക്കേണ്ട വ്യക്തിത്വം ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സഖാവാണെന്ന് G. സുധാകരൻ. അദ്ദേഹം BJPയിൽ വരുമോയെന്നും അംഗത്വമെടുക്കുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചും ഭീകരവാദ പ്രസ്താവനകളെക്കുറിച്ചും മുഖ്യമന്ത്രി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതിനെപ്പറ്റി സൂചിപ്പിക്കവേ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ BJPയുടെ വാക്കുകളും ചിന്തകളുമാണ്. ഇത് പിണറായി പറയും മുൻപ് G. സുധാകരനുമായി പങ്കുവച്ച കാര്യമാണ് ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം BJPയിൽ വരുമോയെന്നും ഞങ്ങൾ ക്ഷണിച്ചെന്നോ അർത്ഥമില്ല. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി മതമൗലികതകളുടെ നീരാളിപ്പിടുത്തത്തിലാണ്. സഖാവ് G. സുധാകരൻ അടക്കമുള്ളവരോട് CPIM നേതൃത്വം കാണിക്കുന്ന പരിഹാസകരമായ അവഗണന ക്രൂരതയാണ്. ഇത് ചൂണ്ടിക്കാണിക്കാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും അവകാശമുണ്ട്. നിസ്വാർത്ഥനും അഴിമതിയില്ലാത്ത പൊതുപ്രവർത്തകനുമായ G. സുധാകരനെ CPIMന് വേണ്ടെങ്കിലും കേരളത്തിന് ആവശ്യമുണ്ട്. BJP ഉയർത്തിയ ചില ചിന്താശയങ്ങളിൽ അദ്ദേഹം മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു എന്നും ഞാൻ കരുതുന്നു. ഒന്ന് പറഞ്ഞു നിർത്തട്ടെ, വിനയവും ലാളിത്യവും സത്യസന്ധതയും നിറഞ്ഞ വ്യക്തിത്വമാണ് G. സുധാകരൻ. ഇനി ഒരു ഇടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് എ സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവ് വരുന്നു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്നും പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നും വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ്. ഇതിനാൽ തന്നെ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണ്. നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി. റിപ്പോർട്ട് KSEBക്ക് നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കും. ഉപഭോക്താക്കൾക്ക് പോറലേൽക്കാതെയായിരിക്കും നിരക്ക് വർധനവ് ഉണ്ടാകുക. സമ്മർ താരിഫും കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ട്. വേനൽക്കാലത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് പ്രതിസന്ധിയാണ്. ഇത് മറികടക്കാനാണ് സമ്മർ താരിഫ് പരിഗണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിരക്ക് വർധനവിന് പുറമെ വേനൽക്കാലത്ത് മാത്രമായി പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നതാണ് പരിഗണിക്കുന്നത്. രാത്രിയും പകലും പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലാണ്. മുതിർന്ന CPIM നേതാവ് G. സുധാകരനുമായി നല്ല ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുതിർന്ന
CPM നേതാവ് ജി സുധാകരനുമായി നല്ല ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിയായിരുന്നപ്പോൾ നീതിപൂർവ്വം പ്രവർത്തിച്ചയാളാണ് ജി സുധാകരൻ. താനും സുധാകരനെ കണ്ടിട്ടുണ്ട്. ജി സുധാകരനെ KC വേണുഗോപാൽ കണ്ടത് വ്യക്തിപരമാണെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. CPIM-ൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവമായി നിരീക്ഷിക്കുന്നു. CPIM-നെ ജീർണത ബാധിച്ചിരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും VD സതീശൻ വ്യക്തമാക്കി. ചർച്ച നടന്നുവെന്ന് പറയുന്ന വാർത്തകൾ തെറ്റാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. ഈ വിഷയം രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആലോചിക്കാമെന്നും അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല എന്നും VD സതീശൻ പറഞ്ഞു. കാണാൻ പോകുന്ന പൂരം നേരത്തെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ആരുടെയും പുറകെ നടന്ന് കോൺഗ്രസിലേക്കോ UDF-ലേക്കോ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. KPCC പുനഃസംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട സംഘടനാ വിഷയങ്ങൾ KPCC പ്രസിഡന്റ് പറയുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പാർട്ടി നിലപാടുകളിൽ ആകൃഷ്ടരായി പലരും വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെയും VD സതീശൻ പ്രതികരിച്ചു. KSEB നടക്കുന്നത് കെടുകാര്യസ്ഥതയെന്നും സർക്കാർ എടുക്കുന്നത് എല്ലാം തലതിരിഞ്ഞ തീരുമാനങ്ങളാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ആളുകളുടെ പേരുകൾ പുറത്തുവിടണം. അതിനെന്തിന് സർക്കാർ മടിക്കുന്നു? അത്തരക്കാരെ സംരക്ഷിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് എനിടൈം. കേരള കലാമണ്ഡലം താൽക്കാലിക അധ്യാപകർ വീണ്ടും സമരത്തിൽ. ക്ലാസ്സിൽ കയറാതെ പ്രതിഷേധവുമായി 60 അധ്യാപകർ. ചെറുതുരുത്തി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ താൽക്കാലിക അധ്യാപകർ സമരത്തിൽ. കേരള കലാമണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം 134 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും ഇന്നലെ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കുറച്ച് അധ്യാപകർ ജോലിയിൽ പ്രവേശിക്കുകയും 60ഓളം അധ്യാപകർ ജോലിയിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തു. ഒരു മുന്നറിയിപ്പുമില്ലാതെ തങ്ങളെ പിരിച്ചുവിട്ട സർക്കുലർ ഇറക്കിയത്. എന്നാൽ തിരിച്ചെടുക്കുന്നതിന് സർക്കുലർ ഇറക്കുകയും മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്തില്ലെന്നും പറഞ്ഞാണ് ഇവർ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നതിന് സർക്കുലർ ഇറക്കണമെന്നും അല്ലാത്ത പക്ഷം ആരും ജോലിയിൽ പ്രവേശിക്കില്ലെന്നും അധ്യാപകർ വ്യക്തമാക്കി. അധ്യാപകരെ പുറത്താക്കിയ സംഭവം വിവാദമായതോടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇടപെട്ടാണ് ഇവരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായത്. കലാമണ്ഡലം അധികൃതരുടെ നടപടിയിൽ അധ്യാപകർക്കിടയിൽ പ്രതിഷേധം ശക്തമാക്കി. സുധാകരൻ ഉറച്ച കമ്മ്യൂണിസ്റ്റാണ് KV തോമസ്. CPM നേതാവ് ജി സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വീട്ടിൽ പോയി കണ്ടതെന്ന് കരുതുന്നില്ലെന്ന് KV തോമസ്. താൻ അദ്ദേഹത്തെ 2 ദിവസം മുൻപ് വരെ കണ്ടിരുന്നു. ഒരു കുഴപ്പവുമില്ല. സുധാകരൻ ഉറച്ച കമ്മ്യൂണിസ്റ്റാണ്. ആരെങ്കിലും വീട്ടിൽ ചെന്നതുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും KV തോമസ് പ്രതികരിച്ചു. CPM ഒരു കേഡൽ പാർട്ടിയാണ്. താഴെ തട്ടു മുതൽ ചർച്ചകളും അഭിപ്രായങ്ങളും നടക്കും. അത് ആ പാർട്ടിയുടെ കരുത്താണ്. കോൺഗ്രസ് അകത്തുള്ള പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കണം. വീട്ടിലുള്ളവർ തങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറയുമ്പോൾ പുറത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്നും KV തോമസ് പരിഹസിച്ചു. ഇനി ഒരു ഇടവേള. ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെന ട്രിnkets എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യ അതിഥിയായിരുന്നു. മർച്ചൻസ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 892186 2766 9995673426. വാർത്തകൾ തുടരുന്നു. പൂരങ്ങളുടെയും ആന എഴുന്നള്ളിപ്പിന്റെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം വകുപ്പ് മന്ത്രി വിവിധ ദേവസ്വം ബോർഡ് ചെയർമാൻമാരുടെ യോഗം വിളിച്ചു. പൂരങ്ങളുടെയും ആന എഴുന്നള്ളിപ്പിന്റെയും നിലവിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ വിവിധ ദേവസ്വം ബോർഡ് ചെയർമാൻമാരുടെ യോഗം വിളിച്ചു. ഈ മാസം 5-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ചർച്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ പൂരങ്ങളുടെ നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ നിരവധി ക്ഷേത്ര കമ്മിറ്റികളും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനിടെ പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാകുന്ന സാഹചര്യത്തിൽ ഈ മാസം 7-ന് പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി എന്നീ ദേശക്കാരുടെ
പ്രതിഷേധ യോഗം വിളിച്ചിട്ടുണ്ട്. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് പൂരം കോർഡിനേഷൻ കമ്മിറ്റിയാണ് യോഗം വിളിച്ചിട്ടുള്ളത്. അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് പറയാൻ താനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്ന് മധു മുല്ലശ്ശേരി. അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് പറയാൻ താനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്ന് മധു മുല്ലശ്ശേരി. പിന്നെ എങ്ങനെ തനിക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കും? ഇതെല്ലാം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇറങ്ങി വന്നതെന്നും മധു മുല്ലശ്ശേരി പറഞ്ഞു. പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന വി ജോയിയുടെ പ്രതികരണത്തോടായിരുന്നു പ്രതികരണം. എന്റെ മകൻ പാർട്ടി വിടില്ലെന്ന ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന ശരിയല്ല. എനിക്കൊപ്പം മകനും പാർട്ടി വിടും. വി ജോയിക്ക് എതിരായ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്നത് ഞാനല്ല, ജനങ്ങളാണ്. പലരെയും സ്വാധീനിച്ചാണ് ജോയ് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയത്. തുടർഭരണം കിട്ടിയാൽ മന്ത്രിയാകണം, അതാണ് ജോയിയുടെ ആഗ്രഹം. പുതിയ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നില്ല, മധു മുല്ലശ്ശേരി പറഞ്ഞു. മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും തന്നെ ബന്ധപ്പെട്ടു. DMKയിൽ നിന്ന് PV അൻവറും ബന്ധപ്പെട്ടു. പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാവും. എന്തായാലും CPMനൊപ്പമില്ല, മറ്റൊരു പാർട്ടിയിൽ ആയിരിക്കും. 2 ദിവസത്തിനകം ഇതിൽ തീരുമാനമുണ്ടാകും എന്ന് മധു വ്യക്തമാക്കി. തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മധു കഴിഞ്ഞ ദിവസം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മധു മുല്ലശ്ശേരി പാർട്ടിയിൽ നിന്ന് വിടുകയാണെന്ന് പ്രഖ്യാപിച്ചത്. സംസ്ഥാന നേതൃത്വത്തിലെ പലരെയും സ്വാധീനിച്ചാണ് വി ജോയ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തിയതെന്നും മംഗലാപുരത്ത് വലിയ വിഭാഗീയതയാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിനെതിരെ പരിഹാസവുമായി കെ അണ്ണാമല. നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിനെതിരെ പരിഹാസവുമായി തമിഴ്നാട് BJP സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലൈ. TVK കിച്ചാടി പാർട്ടിയാണെന്നാണ് അണ്ണാമലയുടെ പരിഹാസം. എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നും കുറച്ചെടുത്ത് ഒരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു. പല നേതാക്കളുടെ ഫോട്ടോ എടുത്തു വെച്ച് ഇവരൊക്കെ തങ്ങളുടെ നേതാക്കളെന്ന് പറയുന്നു. സാമ്പാർ സാധവും തൈര് സാധവും രസസാധവും കൂട്ടിക്കുഴിച്ചാൽ പുതിയ ഐറ്റം ആകില്ല. ഇത്തരം രാഷ്ട്രീയം എവിടെയും വിജയിക്കില്ലെന്നും അണ്ണാമലൈ പറയുന്നു. ആദ്യ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ പെരിയാർ, അംബേദ്കർ, കാമരാജ്, വേലു നച്ചിയാർ, ആഞ്ചലയ അമ്മാൾ എന്നിവരുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതീകമായി വിജയ് ഉയർത്തിക്കാട്ടിയിരുന്നു. ഇതിനെതിരെയായിരുന്നു അണ്ണാമലയുടെ പരിഹാസം. അതേസമയം വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ തെറ്റൊന്നുമില്ലെന്നും ഏതൊരാളുടെയും രാഷ്ട്രീയ പ്രവേശനത്തെയും സ്വാഗതം ചെയ്യുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഏതൊരാളും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ അത് സ്വാഗതം ചെയ്യുമെന്ന് അദ്ദേഹം ഒരു മികച്ച നടനാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മാറ്റത്തിന്റെ കാലമാണ്. 2026 ഒരു ഒറ്റക്കക്ഷിയായിരിക്കില്ല അധികാരത്തിൽ വരുന്നത്. കൂട്ടുകക്ഷി ഭരണത്തിനായിരിക്കും തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. വിജയ് ഈ കാര്യം ഇപ്പോൾ പറയുന്നു. ഈ കാര്യം വർഷങ്ങളായി തങ്ങൾ പറയുന്നതാണെന്നും അണ്ണാമലൈ പറയുന്നു. സിനിമാ നിർമ്മാതാവായ മനു പത്മനാഭൻ നായർ അന്തരിച്ചു. സിനിമാ നിർമ്മാതാവ് മനു പത്മനാഭൻ നായർ അന്തരിച്ചു. കോയമ്പത്തൂരിൽ നിന്നുള്ള യാത്രക്കിടെ KSRTC ബസ്സിൽ പാലക്കാട് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ബസ്സിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കോട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വെള്ളം, കൂമൻ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാണ പങ്കാളി കൂടിയായിരുന്നു മനു പത്മനാഭൻ നായർ. കൂടാതെ 10 കൽപ്പനകൾ, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്നീ സിനിമകളുടെ നിർമ്മാതാവ് കൂടിയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ച് മംഗലാപുരം മധു മുല്ലശ്ശേരിയുടെ ആരോപണങ്ങൾക്കെതിരെ CPM. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPIM നേതാവ് PR അരവിന്ദാക്ഷനും ബാങ്ക് ജീവനക്കാരൻ AK ജിൻസിനും ജാമ്യം. BJP നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കി തിരൂർ സതീഷ്. G സുധാകരനെ വീട്ടിൽ പോയി കണ്ടിരുന്നുവെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. മുതിർന്ന CPIM നേതാവ് G സുധാകരനുമായി നല്ല ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള കലാമണ്ഡലം താൽക്കാലിക അധ്യാപകർ വീണ്ടും സമരത്തിൽ. ക്ലാസ്സിൽ കയറാതെ പ്രതിഷേധവുമായി 60 അധ്യാപകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.